ഹായ് കൂട്ടുകാരെ, പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. ഈ തണുപ്പത്ത് നല്ല ചൂട് കപ്പ പുഴുങ്ങിയതും എരിവുള്ള കാന്താരി ചമ്മന്തിയും നല്ല കട്ടൻ ചായയും കുടിക്കാൻ ഒരാഗ്രഹം തോന്നി. ഞാൻ അമ്മയോട് പറഞ്ഞു കേട്ടോ. അമ്മ അങ്ങനെ അയ്യത്തുനിന്ന് 3 മൂട് ചീനി പിഴുതുകൊണ്ട് വന്നു. അതിലൊരു മൂട്ടിലെ കിഴങ്ങുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കി 2 മൂട്ടിലും ഈ പന്നിയിലെ അടിയിൽ കൂടെ തുരന്ന് കയറി ആ കിഴങ്ങ് മൊത്തം കാന്തി തിന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പുഴുതു നോക്കിയപ്പോൾ ആ താഴോട്ട് വേര് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഈ പന്നിയിലയുടെ ശല്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് വിഷം വെച്ച് കൊല്ലേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ വളർത്തുന്ന പൂച്ചകൾ തന്നെ ഒരാഴ്ചയ്ക്ക് ആകുമ്പോൾ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കൊന്നിട്ടേക്കുന്നതാണ്. പിന്നെ നമ്മളതെടുത്ത് കുഴിച്ചിടുക സാധനം ചെയ്യാറ്. ഈ ചീനിയൊക്കെ പുഴുത് വന്നിട്ട് അമ്മയും മാമനും കൂടെ പശു നിൽക്കുന്ന ഷെഡിൽ കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ തന്നെ ചീനിയൊക്കെ പുഴുങ്ങി കട്ടൻ ചായ ഇട്ട് ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലേ ഞാനത് അടപ്പിൽ വെക്കുന്നത് തൊട്ട് അത് വേവുന്നത് വരെ ഞാൻ പോയി പൊക്കി നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കും, അത് വെന്തോന്നറിയാൻ വേണ്ടി. എനിവേ ഇത് പെട്ടെന്ന് വേവുന്ന ചീനി ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടി. ചീനി റെഡി ആയപ്പോഴത്തേക്കും ഞാൻ അമ്മയും മാമനെ വിളിച്ചായിരുന്നു, ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവർ പറഞ്ഞു ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് കഴിച്ചോളാം, ഞാൻ കഴിക്കുന്നെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞു. എൻ്റെ വായിൽ വെള്ളം നിൽക്കാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്ത് കഴിച്ചു. സത്യം പറഞ്ഞാൽ ഈ തണുപ്പത്ത് ആ ചൂട് കപ്പയും അതിൻ്റെ കൂടെ ആ എരിയും പിന്നെ നല്ല മധുരമുള്ള കട്ടൻ ചായയും ഒരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷൻ കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടെ.